അതിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ദിനങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം സംസാരിക്കുവാൻ ദൈവം നൽകിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവർക്കും സമാധാനവും ശാന്തിയും നന്മയും അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി നൽകുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഖായീൻ ഹാബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കയർത്തിട്ട് അവനെ കൊല്ലുവാനിടയായി. ഖായീൻ ഹാബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കയർത്തിട്ട് അവനെ കൊല്ലുവാനിടയായി. അവൻ കൊന്നപ്പോൾ അവൻ ചിന്തിച്ചത് ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന. അന്ന് അവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല. അന്ന് മാധ്യമങ്ങളില്ല, അന്ന് ടെലഫോണില്ല, അന്ന് പോലീസുകാരില്ല, അന്ന് കള്ളില്ല, കഞ്ചാവില്ല, അന്ന് മയക്കുമരുന്നില്ല, അന്ന് ദുർമന്ത്രവാദമില്ല, അന്ന് ആഭിചാരമില്ല, അന്ന് ദുഷ്ടതയില്ല, അന്ന് ചതിവില്ല, അന്ന് കൈക്കൂലിയില്ല. വളരെ ശാന്തമായി ജീവിച്ച അവർക്ക് പിശാച് കായിന്റെ അകത്ത് കയറുകയും അവൻ സഹോദരനെ കൊല്ലുവാനിടയായി. ഇന്ന് രാവിലെ ഞാൻ മെസ്സേജ് കണ്ടു. ഇവിടെ അടുത്ത ഭാര്യയെ മദ്യപിച്ചിട്ട് കൊണ്ടു. മദ്യശാലകളിൽ പോയി നിൽക്കുമ്പോൾ കാണണം എന്തുമാത്രം കീവ്. മാനസാന്തരപ്പെടാൻ പാടില്ല, സ്നാനപ്പെടാൻ പാടില്ല, വാതുറക്കാൻ പാടില്ല. ഇപ്പൊ സുഖമായിട്ട് ജയിലിൽ പോകുന്നു ഉണ്ട തിന്നാൻ വേണ്ടി. അവനെ മദ്യപിച്ചിട്ടാണ് ഭാര്യയെ കൊന്നത്. ഇതാ 1 വയസ്സായ കുഞ്ഞിനെ കൊന്നു. ഇത് ജയിലിൽ പോകുമ്പോൾ അറിയാം അവന് കിട്ടുന്ന സംഭാവന. നീ മാനസാന്തരപ്പെട്ടാൽ, നീ രക്ഷിക്കപ്പെട്ടാൽ, നീ ദൈവത്തെ സ്തുതിച്ചാൽ നിനക്കുന്ന നാണക്കേടായിരിക്കാം. അയ്യോ സ്തോത്രം പറയരുത്. പക്ഷെ കള്ളു കുടിക്കാം, ഹല്ലേലൂയ പറയരുത്. മന്ത്രവാദം ചെയ്യാം, ഇഷ്ടം പോലെ ജീവിക്കാം, മാതാപിതാക്കളെ അനുസരിക്കില്ല. കുഞ്ഞുങ്ങളെ അപ്പനെ അപ്പ എന്ന് വിളിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. എഫേസ്യർ 6-ാം അധ്യായം 1 മുതൽ 3 വരെ നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം. പണ്ടൊക്കെ അപ്പം വരുമ്പോൾ നമ്മൾ എഴുന്നേക്കും. എന്താ കാര്യം? അതിന് പേടിയുണ്ടായിരുന്നു. ഇന്ന് പേടിയില്ല. ഞാൻ രാവിലെ 2 മണി 3 മണിക്ക് സിറ്റിയിൽ കൂടെ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ സിറ്റിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ 16-17 വയസ്സായ പെൺപിള്ളാര് ആമ്പിള്ളാര് 2 മണി 3 മണി സിറ്റിയിൽ കൂടെ കറങ്ങുന്നത് കാണാം. ഞാൻ ചിന്തിക്കുന്നത്, കുഞ്ഞുങ്ങൾ വീട് വിട്ടിറങ്ങി പോകുമ്പോൾ ഈ മാതാപിതാക്കൾ ഉത്തരവാദമില്ലേ? ഈ അമ്മ രക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഈ അപ്പൻ മാനസാന്തരപ്പെട്ടിരുന്നുവെങ്കിൽ ഈ മക്കളെ ശ്രദ്ധിക്കും. ഇതങ്ങനെയല്ല, ഇങ്ങനെ അഴിഞ്ഞങ്ങ് നടക്കുകയാണ്. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല. ഞാൻ ഒരു മാസത്തില് 10-15 പ്രാവശ്യം തിരുവനന്തപുരം സിറ്റിയിൽ കൂടെ യാത്ര ചെയ്യുന്നവനാ. രാവിലെ 2 മണിക്ക് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിലെ പെൺപിള്ളേരാണ്, കാണുമ്പോൾ അറിയാം. ചെറുക്കന്മാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പോട്ടെ. എന്നാൽ ഈ പിള്ളേരിങ്ങനെ രാത്രി കറക്കം, പകൽ ഉറക്കം, സ്കൂളിൽ പോകത്തില്ല. പിന്നെ അതിനപ്പുറത്തുള്ള കാര്യം ഞാൻ പറയുന്നില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പണിയണമെങ്കിൽ കണ്ടവനെ കൂടെ നീ യാത്ര ചെയ്താൽ നീ ഒറ്റപ്പെടും. നിങ്ങൾക്കറിയാം, ബൈക്കിൽ കൂടെ പോകുന്നത് അറിയാം. ബൈക്കിന് ബാക്കിൽ നിന്ന് പോണ പോക്കിൽ കാരണം ഈ കാര്യം അപ്പന് പറയാൻ പറ്റത്തില്ല. ഞാനൊരു അപ്പൂപ്പനായതുകൊണ്ടാണ് പറയുന്നത്. അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല, നാട്ടുകാർക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഭരിക്കുന്നവന്മാർ പറയത്തില്ല, അവർക്ക് ഭ്രാന്ത. അവരെ ഒഴിവാക്കുക, അതിൽ നിന്നും അവരെ നമ്മൾ കൂട്ടാക്കേണ്ട. കാരണം അവരെ കൂടെ ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയെ അനുസരിക്കില്ല, അപ്പനെ അനുസരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഹൈവേ കൂടെ പോകുമ്പോൾ ബൈക്കിൽ പോകുന്നത് കൊണ്ട് ബാക്കിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. അത് സഹോദരന്റെ കൂടെ പോകുന്നതായിരിക്കാം, എനിക്കറിയത്തില്ല. കാരണം നമുക്ക് അത്രത്തോളം ചിന്തിക്കത്തക്ക കഴിവില്ല. ഞാൻ 1 മിനിറ്റ് അന്തം വിട്ടുപോയി. ഒരു വണ്ടി ഒരു കല്ലിൽ കയറിയാൽ, ആ ബൈക്കിൽ ഒരു പട്ടി ക്രോസ് ചെയ്താൽ നാളെ പത്രത്തിൽ വരും ആരാണെന്ന്. നമുക്ക് ദൈവം ബുദ്ധി നൽകിയിട്ടുണ്ട്, ജ്ഞാനം നൽകിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ജ്ഞാനമുണ്ട്, അറിവില്ല. മനുഷ്യന് വിസ്റ്റം, അതിന് നോളജ്, അതിന് അണ്ടർസ്റ്റാൻഡിങ്, അതിന് ഡിസൈൻ സ്പിരിറ്റ്. ഏതെങ്കിലും പട്ടി ബ്രാൻഡിക്കടയിൽ പോയി ബ്രാൻഡ് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ആന മന്ത്രവാദം ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മന്ത്രവാദിയെ, ആഭിചാരം ചെയ്യുന്നവരെ, ഈ മാനസാന്തരപ്പെടണം.
നിനക്ക് ദൈവം തരുന്ന സമയം ദൈവത്തോട് ചോദ്യം ചോദിക്കരുത്. കാരണം ദൈവം സ്നേഹമായി നിൽക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കീഴ്പ്പെടണം. ദൈവത്തെ ഉണ്ടാക്കരുത്. ദൈവത്തെ ഉണ്ടാക്കി വേലിക്കകത്ത് കെട്ടി നിർത്തരുത്. ദൈവം നാറ്റം പിടിച്ചവനല്ല. ദൈവത്തെ ഉണ്ടാക്കാൻ ഒരുത്തനെ കൊണ്ട് കഴിയത്തില്ല. 3 സ്ഥലത്ത് ദൈവം പ്രവർത്തിച്ചത് നമുക്ക് കാണുവാനിടയാകും. ഒന്ന്, സമാപന കൂടാരം. അന്ന് 1000 കോടി രൂപയുടെ സമാപന കൂടാരത്തിൽ 40 വർഷം മരുഭൂമിയിൽ ദൈവം പ്രവർത്തിച്ചു. അതിനുശേഷം 10,000 കോടി രൂപയുടെ യെരൂശലേം ആലയത്തിൽ ദൈവം പ്രവർത്തിച്ചു. 1 രാജാക്കൾ 6-ാം അധ്യായം മുതൽ വായിച്ചാൽ നമുക്കറിയാം. 3ാമത് ദൈവം വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സമാപന കൂടാരവുമല്ല, യെരൂശലേം ആലയവുമല്ല, ഹൃദയമാണ്. ഹൃദയത്തിൽ ചള്ളും ചടക്കും കയറ്റി വെച്ചുകൊണ്ട് വിളിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കത്തില്ല. കാരണം വെളിപ്പാട് 22:11 അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അടുക്കാടുന്നവൻ അടുക്കാടട്ടെ, നീതിയുള്ളവൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇത് 10ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ വീട്ടിൽ മന്ത്രവാദം നടന്നിട്ടുണ്ട്. ഞാൻ പിശാചിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരാ. എന്നോർമ്മ ശരിയാണെങ്കിൽ 12ാമത്തെ വയസ്സിൽ ഞാൻ 12ാമത്തെ വയസ്സിൽ ഞാൻ മല കയറിയിട്ടുണ്ട്. മലയും കുന്നും കയറിയിട്ടുണ്ട്. ഇനി 17ാമത്തെ വയസ്സിൽ ഞാൻ നാട് വിട്ടു പോകുവാനിടയായി. നല്ലവനെ വിളിച്ചാൽ അവരെ കൂടെ ഇറങ്ങിപ്പോകരുത്. അവൻ കൊല്ലും കൊണ്ടുപോയി. അടുത്ത രാത്രി 12 മണിക്ക് വിളിച്ചു കൊണ്ടുപോയി കല്ലെടുത്ത് തലയിലിട്ട് കൊന്നത്. ദൈവത്തെ ആരാധിച്ചാൽ നമ്മുടെ തലമുറകളെ ദൈവമായിരിക്കും. ദൈവം നമ്മോട് ചോദിക്കുന്നില്ല നിനക്ക് ആരോഗ്യമുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, പണമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയമാണ് ചോദിക്കുന്നത്. വെളിപ്പാട് 3:20 പറയുന്നു, ഓരോരുത്തരും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഹൃദയം തുറക്കണം. ദൈവത്തിന് വളരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അഹങ്കാരം നാശത്തിന് കാരണമായി തീരും. ലൂസിഫർ അഹങ്കരിച്ചു. യെശയ്യാവ് 14, എജസ്കേൽ 28, യുനൂസ് 4:10 ലൂക്കോസ് 10:19 അവനെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടു. കാരണം അഹങ്കാരം നാശത്തിന് കാരണമായി തീരും. എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക്, ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നറിയ കാണുന്നതല്ല എന്റെ വക, എനിക്കല്ല വേറെ ആർക്കുമല്ല. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എനിക്ക് ഭരിക്കണം, 90 വയസ്സാലും ഭരണമിടത്തില്ല. എനിക്ക് ഭരിക്കണം, ഇനിയും ഭരിക്കണം. എനിക്ക് പയറ് കഴിഞ്ഞും കിട്ടി ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു. എനിക്ക് പ്രസവിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പ്രസവിക്കുന്നത്. എനിക്ക് ഇനിയും ഭരിക്കണം. ഭരിച്ച് കൊതി തീരുന്നില്ല. ഇനി എപ്പോ കൊതി തീരുമെന്ന് എനിക്കറിയില്ല. നോക്കുക, കായീൻ ആബേലിനെ കൊന്നു. കായീൻ ചിന്തിച്ചത് ആരും അറിയുന്നില്ല. വേദപുസ്തകം പറയുന്നു, ദൈവം കായീനെ വിളിച്ചു. ദൈവം ചോദിച്ചത്, നിന്റെ സഹോദരൻ എവിടെ? കാരണം അന്ന് പോലീസില്ല വന്ന് രക്ഷിക്കാൻ. അവൻ ചോദിച്ചവരുടെ ചോദ്യം എങ്ങനെയാണ്, ഞാൻ അവന്റെ കാവൽക്കാരനാണോ എന്ന്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തെ കെട്ടി ഉയർത്തേണ്ട കടമ നമുക്കുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ, ദൈവമയത്തിൽ, താഴ്മയിൽ ഇവിടെ കഷ്ടപ്പെടുന്ന എന്തിനാണ്? രാത്രിയും പകലും മക്കൾക്ക് വേണ്ടിയാണ്. രാത്രിയും പകലും കഠിന വെയിലിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ടു, എന്റെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തോടു കൂടെ നിങ്ങൾ മക്കളെ നടത്തിയാൽ നിങ്ങൾ കുരുങ്ങി പോവുകയില്ല, ഇല്ലെങ്കിൽ തളർന്നു പോകും. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പത്രത്തിൽ വരുമ്പം കാണാം, പത്രത്തിൽ വരും പാള പോലെ. അന്ന് നമ്മൾ ദുഃഖിക്കേണ്ടത് വരും. അതുകൊണ്ട് മക്കൾക്ക് യേശുവിനെ കൊടുക്കുക, ദൈവത്തെ കൊടുക്കുക. ആദ്യം നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട വെള്ളത്താൽ മുക്കിത്തന്നെ സ്നാനമെടുക്കാത്ത ഒരുത്തനും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ദൈവം പറയുന്നത് നമ്മൾ കേട്ടാൽ, ദൈവവചനം പറയുന്നത് നമ്മൾ കേട്ടാൽ, നാം പറയുന്നത് ദൈവം കേൾക്കും. ആദ്യം അപ്പം പറയുന്നത് മക്കൾ കേൾക്കണം. 66,480 എടുത്തുള്ള വേദപുസ്തകം, 35,66,480 എടുത്തുള്ള വേദപുസ്തകം, അത് ദൈവത്തിന്റെ വചനമാണ്. ലോകത്ത് ആദ്യം പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം വേദപുസ്തകമാണ്.
അനേക ചരിത്രം എനിക്ക് നിരത്തി വെക്കാൻ പറ്റും, എനിക്ക് സമയമില്ല. ഈ കാണുന്ന ഇലക്ട്രിസിറ്റി, ഞാൻ പ്രസംഗിക്കുന്ന മൈക്ക്, നമ്മൾ ഓട്ടിക്കുന്ന ബൈക്ക്, ടോയ്ലറ്റ്, അതുപോലെ ടെറസ് വീടുകൾ, പെന്ന്, മഷി, സകലതും കണ്ടുപിടിച്ചത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നമ്മൾ ആൾക്കാർ എന്നാ കണ്ടുപിടിച്ചത്? അത് മൈക്കിൽ കൂടെ പറയുന്നില്ല. കേൾക്കുക, കീഴ്പ്പെടുക, അനുസരിക്കുക, താഴ്മപ്പെടുക, നിങ്ങൾക്ക് സമാധാനം ക്രിസ്തു തരും. മൂന്നാനിമേൽ രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ഒരു കള്ളനെ പോലെ നമ്മുടെ വേദന, നമ്മുടെ ദുഃഖം, നമ്മുടെ ശാപം, നമ്മുടെ രോഗം യേശു ഏറ്റെടുത്തു. ഞാൻ ഇന്ത്യയില് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവനാണ്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനുഷ്യന്റെ വേദന നോക്കണം. ഒറീസ, UP, ഡൽഹി, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, അനേക സ്റ്റേറ്റുകളിൽ, നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യയുടെ പുറത്തും പല സ്ഥലം ഞാൻ പോകുന്നവനാണ്. നമ്മുടെ ദേശം പോലെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ഒരു സ്ഥലവുമില്ല. ഡൽഹിയിലൊക്കെ പോയാൽ കാല് വയ്ക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്ക. പിന്നെ അത് പറയണ്ട പോട്ടെ. അതുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം മത്തായി 6:33 ആദ്യം ദൈവത്തെ തേടുക. കള്ള്, കഞ്ചാവ്, മയക്കമരുന്ന്, ദുർമന്ത്രവാദങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകും. അടുത്ത് കൈക്കൂലി വാങ്ങരുത്. കൈക്കൂലി വാങ്ങി മക്കൾക്ക് ആഹാരം കൊടുക്കരുത്. ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങരുത്. ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങരുത്. അനീതിക്ക് വേണ്ടി കൂട്ടുനിൽക്കരുത്. കാരണം വെളിപ്പാട് 20:11 മുതൽ അവിടെ 3 പുസ്തകം സ്വർഗത്തിലുണ്ട്. ഒന്ന് വേദപുസ്തകം, മറ്റൊന്ന് ജീവപുസ്തകം, മറ്റൊന്ന് ഓർമ്മ പുസ്തകം. ഇന്നലെ ചെയ്തത്, ഇന്ന് ചെയ്യുന്നത്, നാളെ ചെയ്യാൻ പോകുന്നത് എഴുതപ്പെടുന്ന പുസ്തകമാണ് ഓർമ്മ പുസ്തകം. എപ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പുസ്തകങ്ങൾ തുറക്കപ്പെടും. അന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ മന്ത്രിയായിരുന്നു എന്നല്ല, നീ മുഖാന്തരം എത്ര പേർ രക്ഷിക്കപ്പെട്ടു. സകല മനുഷ്യനെ ദൈവം പിടിച്ചു നിർത്തും, ഓരോരുത്തനെ രക്ഷപ്പെടത്തില്ല. കാരണം ഉണ്മാൻ ആഹാരം, കുടിപ്പാൻ വെള്ളം, ആവശ്യമുള്ള വെളിച്ചം, താമസിക്കാൻ ഭൂമി, ഇതെല്ലാം ദൈവം നൽകിയില്ലേ? ഇനി എന്താണ് വേണ്ടത്? അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ കീഴ്പ്പെടുക. എബേസ്യർ 5:16 കാലം ദുഷ്കാലമാണ്. മത്തായി 24:12 മുതൽ അതിക്രമം വർദ്ധിച്ചു വരുന്നു. കണ്ടില്ലേ, 1 വയസ്സായി കുഞ്ഞ് പാവം, അത് എന്തുമാത്രം വേദന അനുഭവിച്ച് കാണും. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്താൽ മതി, എനിക്ക് വേണ്ട. അതാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അവിടെ കൊണ്ട് കൊടുക്കണം, എനിക്ക് വേണ്ട എന്ന് പറയണം. കഷ്ടം, എത്ര ദുഃഖകരമായ ഒരു കാര്യം. എത്രയോ വർഷം ജീവിക്കാനുള്ള കുഞ്ഞ്, ചില ആ കുഞ്ഞായിരിക്കാം ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതിയായി മാറുന്നത്. ആ കുഞ്ഞായിരിക്കാം ഒരു മന്ത്രിയായി മാറുന്നത്. നമ്മളിങ്ങനെ തലവിധി എഴുതാറുണ്ട്, തലയെടുത്തെന്ന്. തലയിൽ കുറെ തലച്ചോറ് മാത്രമേ ഉള്ളൂ, തലയിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യനാണ് അറിവ് ജ്ഞാനം ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ ദൈവത്തിൽ വളർത്തുക. ചുമ്മാ മാടടിക്കുമ്പോൾ അടിക്കണ്ട. മുട്ടന്റെ താഴെ ഒരു ദിവസം ഒരടി കൊടുത്താൽ മതി, പിന്നെ വടിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ അങ്ങനെ വളർന്നവരല്ലേ, നമ്മളെയൊക്കെ അപ്പൻ അടിച്ചല്ലേ വളർത്തിയത്. അങ്ങനെ മാടടിക്കുമ്പോൾ അടിക്കണ്ട. ഒബേ യുവർ പേരൻസ്, മാതാപിതാക്കളെ അനുസരിക്കൂ. നീ കിട്ടുന്ന വാച്ച്, കൊണ്ടുപോകുന്ന ബാഗ്, ഇടുന്ന ചെരുപ്പ്, എഴുതുന്ന പെണ്ണ്, താമസിക്കുന്ന വീട് അപ്പന്റെ രക്തമാണ്. അപ്പനെ അപ്പ എന്ന് വിളിക്കണം. നാണക്കേടാ പിള്ളേർക്ക്. പണ്ട് എനിക്ക് നാണക്കേടായിരുന്നു. ഇപ്പൊ വയസ്സ് 59 ഇപ്പൊ നാണക്കേടൊക്കെ മാറി. പണ്ട് അപ്പ എന്ന് വിളിക്കാൻ നാണക്കേടാ, ഭയങ്കര നാണക്കേടാ. പക്ഷേ അപ്പൻ തലയാണ്. തലയില്ലാതെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? തലയില്ലാതെ ജീവിക്കുന്ന ഒരുത്തനെ പറയാൻ പറ്റുമോ? 2 കാലും 2 കൈയും 2 കണ്ണുമില്ലെങ്കിൽ ജീവിക്കാം. വേദപുസ്തകം പറയുന്നു, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിന്റെ തല ദൈവം, പുരുഷന്റെ തല ക്രിസ്തു, ഭാര്യയുടെ തല ഭർത്താവാണ്. അതുകൊണ്ട് അപ്പനെ അപ്പാന്ന് തന്നെ വിളിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അപ്പന് ജോലി ആൾക്കാരെ സൈക്കിളിൽ ഇരുത്തി കൊണ്ടുപോകുന്ന ജോലിയാ. മകള് IAS മാറി, കളക്ടറായി മാറി. അപ്പനെ അടുത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ടിരിക്കുകയാണ്. ഈ അപ്പൻ സൈക്കിള് വലിച്ചാണ് എന്നെ പഠിപ്പിച്ചത്. നോക്കണം, ആ കുഞ്ഞിനെ താഴ്മ നോക്കുക. കഴിഞ്ഞ ദിവസം വേറെ ഒരു വീഡിയോ കണ്ടു. അമ്മയ്ക്ക് വീട് ചുറ്റുന്ന ജോലിയാ, അപ്പനെ കണ്ടക്ടറാണ്.
മകൾ IAS മാറി. കുഞ്ഞുങ്ങളെ, അപ്പനും അമ്മയും ക്ഷീണിക്കുന്നത് നീ ആരോഗ്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നീ അനുസരിക്കണം. വേദപുസ്തകം പറയുന്നു, മാതാപിതാക്കളെ നീ ബഹുമാനിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും, ദീർഘായുസ്സുണ്ടാകും. വല്ലവനെ വിളിച്ചാൽ അവനെ കൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറങ്ങിക്കൊണ്ട് നടക്കരുത്. അവൻ കൊണ്ടിട്ട് കറക്കും, പിന്നെ നീ കറങ്ങും, പിന്നെ ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അമ്മയോട് ഷെയർ ചെയ്യുക. അപ്പൻ ചിലപ്പോൾ ഷാട്ട് കൂട്ടായി നിൽക്കും. കാരണം രാവിലെ മുതൽ കഠിന ജോലി ചെയ്തിട്ടായിരിക്കാം അപ്പൻ വീട്ടിൽ വരുന്നത്. എപ്പോഴും അപ്പൻ ചിരിച്ചുകൊണ്ട് നിൽക്കത്തില്ല, ഞാനും ചിരിച്ചുകൊണ്ടൊന്നും നിൽക്കത്തില്ല. ഞാനും ഷാട്ട് കൂട്ടായിട്ട് നിൽക്കത്തുള്ളൂ. സ്നേഹം അകത്തേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പന് ദേഷ്യം എന്ന് പറഞ്ഞിട്ട് അപ്പനോട് കോഞ്ചി വെട്ടി പോകരുത്. അപ്പനെ കണ്ടത് ചിരിക്കണം, അപ്പന് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം, അപ്പനെ സ്നേഹിക്കണം, അപ്പനെ അപ്പ എന്ന് വിളിക്കണം. കായീൻ ആബേലിനെ കൊന്നു. ദൈവം അവനോട് സംസാരിച്ചു, അവനെ ഓടി നിൽക്കാൻ പറ്റിയില്ല. ഞാൻ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനല്ല, എനിക്ക് മാസ ശമ്പളമില്ല, പെൻഷനില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രസംഗിച്ചിട്ട് പോകുന്നവനല്ല ഞാൻ. രാവിലെ 5:30 മണിക്ക് തുടങ്ങിയ ജോലിയാണ്. ഇനി 18 കൂടെ ചെയ്തിട്ട് അങ്ങ് നിർത്തും. അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക, നല്ലവണ്ണം പഠിക്കുക, നല്ല മാർക്ക് എടുക്കുക. ദൈവം നിങ്ങൾക്ക് നന്മ നൽകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ ദേശത്തിനായി, ഇവിടെ ദൈവമക്കൾക്കായി, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ ആത്മഹത്യ നടക്കരുത്, കൊലപാതകം നടക്കരുത്. എല്ലാ കള്ളുക്കടകളും അടയ്ക്കപ്പെടണം, എല്ലാ ഭ്രാന്തിക്കടകളും അടയ്ക്കപ്പെടണം. തുന്മാർക്കം മാറണം, ദുഷ്ടത മാറണം, തുറുമന്ത്രവാദം മാറണം, ആഭിചാരം മാറണം. മൃഗബലി നടക്കരുത്, അനീതി നടക്കരുത്. ദേശത്തെ ദൈവം ഭരിക്കണമേ. ഈ ഭൂമിയിൽ കാണുന്നത് പോലെ സകലവരെയും സ്വർഗത്തിൽ കാണപ്പെടണം. ശാന്തി സമാധാനം കുടുംബങ്ങളിൽ നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. മാറാനാഥ, യേശു വേഗം വരും. ദൈവം നിങ്ങൾക്ക് ശാന്തിയും സമാധാനം നൽകട്ടെ. ആമേൻ.